എന്റെ പത്തുലു എപ്പോഴും ഇങ്ങനെ പേപ്പർ വായിച്ചിരുന്നാ മതിയോ? ഇടയ്ക്കൊക്കെ ഇങ്ങനെ സമൂസയൊക്കെ എടുത്ത് കഴിക്ക്. എനിക്കിപ്പോ സമൂസ വേണമെന്നില്ല. മൂന്നെണ്ണം ഇങ്ങനെ രണ്ടായി. നിനക്ക് സമൂസ വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്റെ 2 സമൂസ എടുത്ത് എന്തിനാ വിഴുങ്ങിയത്? ഞാൻ എപ്പ കഴിച്ചെന്നാ എന്റെ വായിലേക്കൊന്ന് നോക്കേ. ഇപ്രാവശ്യം ഞാൻ വെറുതെ വിടുന്നു, പക്ഷെ എപ്പോഴും ക്ഷമിച്ചെന്ന് വരില്ല. ബാക്കിയുള്ള സമൂസ വിഴുങ്ങി എല്ലാ സമൂസ എടുത്ത് നീ പള്ള നിറച്ച പിന്നെ ഞാൻ എങ്ങോട്ട് പോകും? ഞാൻ നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കല്ലായിരുന്നു. സമൂസ എപ്പ കഴിച്ചെന്നാ? പിന്നെ ആരാ ഇതൊക്കെ എടുത്ത് കഴിക്കുന്നത്? അല്ല, ഇവിടെ ഉണ്ടായിരുന്ന സമൂസക്ക് എങ്ങനെ കാണാതായേ? അത് കഴിച്ചത് ആരാണെന്ന് മനസ്സിലായില്ലല്ലേ? അത് ഞാൻ തന്നെയാ. എന്റെ ഡോക്ടർ സാറേ, ഇത് കൊള്ളാമല്ലോ. ഒരിക്കലും ഞങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചതാ. ഇതെന്ത് അതിശയവാ. സമയം കളയാതൊന്ന് വേഗം പറ. ഇന്ന പിടിച്ചോ. ശ്രദ്ധിച്ചു കേൾക്കണം. ഈ ബട്ടണെ മുകളിലേക്ക് ഉയരാൻ വേണ്ടിയുള്ളതാ. പിന്നെ ഈ ബട്ടൺ താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയും. ഇത് ഇടത്തോട്ടും ഇത് വലത്തോട്ടും. ഡോക്ടർ സാറേ, ഇപ്പൊ വരാം. ഇവിടെ തന്നെ നിക്ക്. സമൂസ മേടിച്ചോണ്ട് വരാം. കേട്ടോ? എന്തായി കാണിക്കുന്നത്? എന്നോട് ക്ഷമിക്കൂ ചായക്കട ചേട്ടാ, എനിക്ക് പോയിട്ട് പണിയുണ്ട്. നമുക്ക് പിന്നെ കാണാം. ഞാൻ ഈ കാണുന്ന ഒന്നും സ്വപ്നമല്ലല്ലോ. നമ്മുടെ മോട്ട് തന്നെയാണോ ഈ പറക്കുന്ന മോട്ടു? കൊള്ളാം ബോസ്, കൊള്ളാം. നല്ല കവിതയാണല്ലോ. ശരിയല്ലേ നമ്പർ 2? ബോസ്, ആ പറക്കാൻ പറ്റുന്ന ഹെൽമെറ്റ് ബോസിന് കിട്ടിയാൽ അടിപൊളിയായേനെ. അല്ലേ നമ്പർ 2? എന്നോട് എന്തെങ്കിലും പറയുന്നത് തന്നെ തെറ്റാ. ജോൺ തന്നെയാണ് ഡോൺ. ജോൺ ആയിരിക്കും ഡോൺ. ഹെൽമെറ്റ് ഉപയോഗിച്ച് ഞാൻ പറക്കാം. എന്നെ ആർക്ക് തടയാനാവില്ല. കൊള്ളാം ബോസ്, മനസ്സിലായി. അവനെ പോയി പിന്തുടരാൻ നോക്ക്. എടാ മണ്ട, കുറച്ചും കൂടി വേഗം പോ. കുറച്ചും കൂടി അടുത്തേക്ക് എത്തിക്ക്. ഈ കസേരയ്ക്ക് നീളമില്ലെന്നുള്ള കാര്യം നിനക്ക് അറിഞ്ഞൂടെ? വേഗം. ഡോക്ടറോട് ചോദിക്കാൻ മറന്നുപോയല്ലോ, മുകളിലേക്ക് പോകേണ്ടത് എങ്ങനെയാണെന്ന്. അല്ല ബോസ്, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവരെ രക്ഷിക്കാനോടോ കൊല്ലാനാണോ? വേഗം കേറിക്കോ. ഈ മണ്ടന്മാരെ കൊണ്ട് ബോസ് കേറിയിട്ടില്ലേ? ബോസ്, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ പറഞ്ഞുതരാം. രണ്ടുപേരും ഒന്ന് കുനിഞ്ഞേ. എന്റെ ഡോക്ടർ ചേട്ടൻ വളരെ നന്നായിട്ടുണ്ട്. നിങ്ങളുടെ ഈ പുതിയ കണ്ടുപിടുത്തം എനിക്ക് വളരെ അങ്ങ് ഇഷ്ടമായി. അടിപൊളിയായിരിക്കുന്നു. താങ്ക് യു ഡോക്ടർ. ബൈ ബൈ. ജോൺ ആയിരിക്കും ഡോൺ. ജോൺ തന്നെയായിരിക്കും ഡോൺ. ഇവനെ പിടിക്കോ. എന്റെ ഹെൽമെറ്റ് വെച്ചേക്കുന്ന കണ്ടില്ലേ? എന്റെ കാലേന്ന് വിട്. താഴേക്ക് ചാട്. എന്റെ ഹെൽമെറ്റ് തിരിച്ചു തരാൻ പറയവനോട്. കാലിന്നിപ്പോ പിടിവിട്ടാ ഞാൻ നേരെ മേലോട്ടാ പോവാ. നീ ഇതെങ്ങനെങ്കിലും താഴോട്ടിറക്കാൻ നോക്ക്. താഴേക്ക് പോകുന്ന പ്രശ്നമില്ല. താഴേക്ക് പോയാ നീ എന്നെ സിംഹത്തിന് പിടിച്ചു കൊടുക്കൂലേ? വെറുതെ എന്റെ അടുത്ത് അഭ്യാസം കാണിക്കണ്ട. ഗുഡ് ബൈ കുട്ടി. സൈക്കിൾ എനിക്ക് തന്നിട്ട് നീ കുറച്ചു നേരം ഇവിടെ ഇരിക്കെ. ഇപ്പൊ വരാം. വേണ്ട വേണ്ടെന്നാ പറഞ്ഞത്. എടാ എന്റെ കാലേന്ന് വിട്.
എന്നെ കൊണ്ടൊന്നും കാലിന്നിപ്പോ ചെയ്യിക്കരുത്. പിടിവിട്ടാ ഞാൻ നേരെ വേണ്ട, മേലോട്ടാ വേണ്ട, പോവാ. നീ വേണ്ട. ഇതെങ്ങനെയെങ്കിലും താഴോട്ട് ഇറക്കാൻ നോക്ക്. എടാ, എന്റെ കാലൊന്ന് വിട്. ഇനി എന്റെ മോന്റെ സൈക്കിളിന് കാരണം നീ തൊട്ടാലുണ്ടല്ലോ. ഏ? രക്ഷിക്കണേ. മോട്ടു, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കേ. എന്റെ മോട്ടു അവിടെ കിടന്ന് ചാടി കളിക്കാതെ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ നോക്ക്. രക്ഷിക്കണേ. നീ എന്റെ കാലിന്ന് വിടുവാണെങ്കിൽ നീ ചോദിക്കുന്നത് എന്ത് വേണമെങ്കിലും ഞാൻ തന്നേക്കാം. ഇപ്പൊ പിടിവിട്ടാ ഞാൻ ഈ ലോകം വിട്ട് തന്നെ പോകേണ്ടി വരും. പിന്നെ ചോദിക്കാൻ ഞാൻ ബാക്കിയുണ്ടാവില്ല. നീ ചെറുതായിട്ടൊന്ന് താത്തിയാ ഞാൻ ഇവിടെ നിന്നും ഏതെങ്കിലും വീടിന്റെ മുകളിലേക്ക് ചാടി രക്ഷപ്പെട്ടോളാം. ശരി, സമ്മതിച്ചിരിക്കുന്നു. ജോൺ ആയിരിക്കും ഡോൺ. ജോൺ തന്നെ ആയിരിക്കും ഡോൺ. ഏയ്! ഇനി ആർക്കും എന്നെ പിടിക്കാനാവില്ല. ഞാൻ ആകാശത്തേക്ക് പറക്കും. കൊള്ളാം ബോസ്, കൊള്ളാം. എത്ര നല്ല കവിതയാ അല്ലേ നമ്പർ 2? ബോസ്, ഞാൻ ഒരു പ്രാവശ്യം ഈ ഹെൽമെറ്റ് ധരിച്ചോട്ടെ ബോസ്? ഈ കിരീടം പണിയേണ്ടത് ഈ രാജാവ് തന്നെ ആയിരിക്കണം. ബോസ്, ആ റിമോട്ട് ഒന്ന് തരാമോ? ഇതാ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. വിശ്വസിക്കാൻ കഴിയുന്നില്ല ബോസ്. ഈ റിമോട്ട് പ്രസ് ചെയ്താൽ മനുഷ്യന് പറക്കാൻ പറ്റുമെന്ന്. എന്താ എടാ മണ്ടന്മാരെ, അത് ഇത് വിട്. എന്നെ രക്ഷിക്കണേ. ബോസ്, അവിടെ എന്താണ് ചെയ്യുന്നത് ബോസ്? ആദ്യം താഴെ ഇറക്ക്, എന്നിട്ട് പറയാം. നിന്റെ എല്ലിന്റെ എണ്ണം ഞാൻ ഇന്ന് കൂട്ടിത്തരാം. കൊള്ളാം ബോസ്, കൊള്ളാം. എത്ര നല്ല കവിതയാ പറയുന്നേ. നിന്റെ ഒരു കവിത. പോയി കയറെടുത്തോണ്ട് വാടാ. ആദ്യം ഞാൻ ഇവിടുന്ന് ഇറങ്ങട്ടെ. സോറി ബോസ്, ഇപ്പോൾ തന്നെ ഞാൻ ഈ റിമോട്ടിന്റെ ബട്ടൺ അമർത്തി നിങ്ങളെ താഴേക്ക് ഇറക്കാം. റിമോട്ടിന്റെ കാര്യമൊക്കെ പോട്ടെ, നീ ആ കയർ വന്ന് എടുത്തോണ്ട് വാ. ശരി ബോസ്. ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെല്ല, എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്ത്. എടാ മണ്ടന്മാരെ. എന്നെ രക്ഷിക്കണേ. എന്നെ താഴെ ഇറക്കണേ. ബോസ്, 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 ആരെങ്കിലും ഒന്ന് ബോസ്. രക്ഷിക്കണേ. രക്ഷിക്കണേ. നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്താലും വേണ്ടില്ല, എന്റെ ഫ്ലൈയിങ് ഹെൽമെറ്റ് എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കണം. ഞങ്ങളത് അന്വേഷിച്ച് കണ്ടുപിടിക്കാമെന്നേ. അതിനു മുമ്പ് കുറച്ച് സമോസ കഴിക്കാന്ന് കരുതി. നല്ല വിശപ്പ്. നിനക്ക് എപ്പോഴാ വിശപ്പില്ലാത്തത്? ഓ, ആദ്യം എന്റെ ഹെൽമെറ്റ് എടുത്തോണ്ട് വാ, ഇല്ലെങ്കിൽ ദേ പോകുന്നു ജോൺ, വേഗം പിടിക്കവനെ. എന്റെ ഹെൽമെറ്റ് കൊണ്ടുപോയി ഇവനെ ഞാൻ വെറുതെ വിടില്ല. ഇവനെ ഒരു പാഠം പഠിപ്പിക്കും. ബോസ്, വേണ്ട വേണ്ട, ഇവിടെ നിർത്തരുത്. എന്റെ അമ്മോ, ആരാണത്? ആരാന്ന് ചോദിച്ചില്ലേ? ജോൺ ദ ഡോൺ, വെൽക്കം വെൽക്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, പറഞ്ഞല്ലോ, ഹൈലി ഇംപോസിബിൾ. ഇതാ രണ്ടന്മാര്. ഓരോ ബോസ്, തോപ്പിച്ച് ബോസ്, വന്നിട്ട് ഇതാ നിങ്ങളുടെ റിമോട്ട്. രണ്ടെണ്ണത്തിന് സാമദ്രോഹികള്. രണ്ടെണ്ണം അകത്ത് കയറി ലോക്കിട്ടേക്ക്. നിങ്ങളെ രണ്ടെണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല.
ഓ ഇപ്പൊ മനസ്സിലായി, നിങ്ങൾ വീണ്ടും ഇവരെ പിടിക്കാൻ സഹായിച്ചിരിക്കുന്നു. താങ്ക് യു മോട്ടു പത്ലു. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരുന്നുണ്ട്. സമ്മാനം ഞാനാ ഇവർക്ക് കൊടുക്കാൻ പോകുന്നത്. എന്റെ എത്രയോ കാലത്തെ കണ്ടുപിടുത്തമാണ് ഇവര് ചിഹ്നഭിന്നമാക്കിയത്. എന്റെ അമ്മേ. ഏയ്, സ്റ്റേഷനകത്തും നാളികേരോ? ഇംപോസിബിൾ പറഞ്ഞല്ലോ, ഇംപോസിബിൾ. മോട്ടോ ഒന്ന് ശ്രദ്ധിച്ചോടിക്കേ. എങ്ങനെയുണ്ട് ഈ പുതിയ സൈക്കിൾ? ഞാൻ നിനക്ക് വേണ്ടി പുതിയതായി വാങ്ങിച്ചതാ. വളരെ നന്നായിട്ടുണ്ട്. നമുക്ക് നോക്കിയാലോ ഇതിന് എന്തുമാത്രം സ്പീഡ് ഉണ്ടെന്ന്. മോട്ടോ അധികം സ്പീഡിലൊന്നും പോകണ്ട. മോട്ടോ എനിക്ക് പേടിയാവുന്നുണ്ട്. മോട്ടോ മോട്ടോ ബ്രേക്ക് പിടിക്ക്. ഒന്ന് വേഗത കുറയ്ക്ക്. ബ്രേക്ക് പിടിക്ക്. ഇതിന്റെ ബ്രേക്ക് പൊട്ടിപ്പോയി, വണ്ടി നിൽക്കുന്നില്ല. പൊളിച്ചെടുത്തല്ലോ, എന്റെ നാട്ടില് പപ്പടാക്കി കളഞ്ഞല്ലോ. എടോ ഇങ്ങനെ അറിയില്ല സൈക്കിൾ ഓടിക്കോ മണ്ടൻ. ആ മോട്ടിങ് വന്നോട്ടെ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ദേ വരുന്നുണ്ട്, പറഞ്ഞു കൊടുക്ക്. നിങ്ങൾ രണ്ടാളും എന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ വാങ്ങിയിട്ടുണ്ടോ? സോറി ഗസീറ്ററാം, ഈ റോഡിന്റെ അവസ്ഥ കൊണ്ട് പറ്റിപ്പോയതാ. ഞങ്ങളുടെ സൈക്കിളിന്റെ ഒരു ഗതി കണ്ടോ? നമ്മുടെ ഫുർഫുറി നഗറിന് ഇങ്ങനത്തെ ഒരു ദുരവസ്ഥയോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? നീ തന്നെ ആലോചിച്ച് പറ. ഐഡിയ, എന്നെ അനുഗമിക്ക. എക്സ്ക്യൂസ് മീ, നിങ്ങൾ എന്താ ഫുർഫുറി നഗരത്തിലെ റോഡുകളൊന്നും ഇനിയും നന്നാക്കാതെ ഇട്ടിരിക്കുന്നത്? മുഴുവനും വലിയ വലിയ കുഴികളാണ്. അങ്ങോട്ട് നോക്ക്, എന്റെ സൈക്കിളിന്റെ അവസ്ഥയൊന്ന് നോക്ക്. ഫുർഫുറി നഗരത്തിനോട് നിങ്ങൾക്ക് ഇത്രയും സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം റിപ്പയർ ചെയ്തോ. വൈകുന്നേരം മന്ത്രിക്ക് വരാനുള്ളതാ. റോഡ് പണിക്കാണെങ്കിൽ ഇതുവരെ ആളെ കിട്ടിയിട്ടുമില്ല. റിപ്പയർ ചെയ്യണമെങ്കിൽ ഒരുപാട് പൈസ ആവശ്യമുണ്ട്. അതിപ്പോ ഞങ്ങളുടെ കയ്യിൽ ഇല്ലാന്നേ. ഞാൻ തരുമല്ലോ. എത്ര വേണമെന്ന് പറ, ഞാൻ തന്നിരിക്കും. എത്രയും പെട്ടെന്ന് വൈകുന്നേരത്തിനകം പണി തീർത്തേക്കണം. ചോദിക്കുന്ന പൈസ തരുന്നാണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ വൈകുന്നേരത്തിന് മുമ്പ് റോഡുകളൊക്കെ ഞങ്ങൾ നന്നാക്കിയിരിക്കും. ഇതിലൊന്ന് ഒപ്പിട്ടേക്ക്. എന്നിട്ട് നിങ്ങൾ എന്താണോ പറയുന്നത് ആ തുക തന്നേക്കാം. വൈകുന്നേരം ആവുമ്പോഴേക്കും റോഡ് പണി പൂർത്തിയാക്കിയേച്ചാ മതി. എന്റെ മോട്ടോ സൈൻ ചെയ്യുന്നതിന്റെ മുമ്പൊന്ന് വായിച്ചു നോക്കാറുന്നില്ലേ? അതിൽ എന്തൊക്കെയാ എഴുതി വെച്ചിരിക്കുന്നേന്ന്? ഇതിലെന്താണ് എഴുതിയിരിക്കുന്നത് ഞാൻ തന്നെ പറയാം. വൈകുന്നേരത്തിനകം റോഡ് പണി പൂർത്തിയാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ 10 ലക്ഷം രൂപ പിഴ ഈടാക്കും. 10 ലക്ഷം രൂപ പിഴയോ? 10 വേഗം വാ, ഒരുപാട് ജോലിയുള്ളതാ. ഓഹോ, ആദ്യം കുഴിയിൽ മണ്ണും കല്ലുട്ട് നിറയ്ക്കുക, എന്നിട്ട് റോഡ് റോളർ ഓടിച്ച് അതങ്ങ് നിരപ്പാക്കുക, അവസാനം ടാറിട്ട് റോഡ് മിനുസപ്പെടുത്തുക. റോഡ് പണി കഴിഞ്ഞു. പത്ലു വന്ന് നമുക്ക് കല്ലും മണ്ണിട്ട് റോഡ് നിരപ്പാക്കി എടുക്കാം. കലക്കി, അങ്ങനെ തന്നെ. ഇനി റോഡ് റോളർ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ രണ്ടുപേരും ഇറങ്ങി ഒന്ന് തള്ളിക്കേ. എന്റെ 20 വർഷ അനുഭവത്തിലേ ഇങ്ങനത്തെ ഒരു റോഡ് റോഡ് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഇത് വിട്, നമുക്ക് ടാറങ്ങ് ഒഴിച്ചിട്ടേക്കാം. വണ്ടികൾ ഓടി തുടങ്ങുമ്പോ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ശരിയായിക്കോളും. മോട്ടോ എങ്ങനെ ഉണ്ടെന്ന് ഐഡിയ? കൊള്ളാം, പൊളിച്ചല്ലോടാ മോനെ ദിനേശ. നിങ്ങള് രണ്ടുപേരും കൂടി ഇതൊക്കെ ചെയ്തോണ്ടിരിക്കെ, ഞാൻ പോയി പിഴയടക്കാനുള്ള കാശ് റെഡിയാക്കിട്ട് വരാം. നീ എങ്ങോട്ടും പോവണ്ട. നിനക്ക് തമാശ കളിക്കാനുള്ള സമയമല്ല ഇത്.
എന്താണോ ചെയ്തത്? എടോ നിന്നോടാ ചോദിച്ചത്, നീ ഇതെന്താ കാണിച്ചത്? സീതാറാം, എങ്ങനെയെങ്കിലും പോയി വേഗം 10 ലക്ഷം രൂപ റെഡിയാക്കാൻ നോക്ക്. 10 ലക്ഷം നിക്കട്ടെ, ഞങ്ങൾ ആദ്യം ശരിയാക്ക്. ഒന്ന് വേഗം വേണം, ഞങ്ങൾക്ക് അനങ്ങാൻ പറ്റുന്നില്ല. പൊളിച്ചെടുത്തല്ലോ, എന്നെ കൊണ്ടൊന്നും കാശ് എടുക്കാൻ പറ്റില്ല. ഞാൻ പോയി ചർക്കാനെ വിളിച്ചോണ്ട് വരാം. അയാൾക്ക് നിങ്ങളെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. വേഗം വരണേ. അല്ല, എന്താ ഇത്? കാക്കയാണല്ലോ തലയിൽ കാക്കെ വന്നിരിക്കുന്നത്. ഒന്ന് പോകാക്കെ. നമ്മളെ പേടിപ്പിക്കാനാണോ നടു റോഡിൽ ഇങ്ങനെ നോക്കുകുത്തി വെച്ചേക്കുന്നത്? എന്താ പറയാനാ, എന്തായാലും നല്ല തമാശയായിട്ടുണ്ട്. ഇത് കണ്ട നമ്മുടെ പിള്ളേര് പോലും പേടിക്കില്ല. ശരിയല്ലേ? കാക്കെ പോകാക്കെ. മര്യാദക്ക് പോയിക്കോ. മര്യാദക്ക് ഇവിടുന്ന് പോകാനാ പറഞ്ഞത്. ഓടേ. ഈ നോക്കുകുത്തി ബാറ്ററിയിലാ പ്രവർത്തിക്കുന്നത് തോന്നുന്നു. ബട്ടൺ അതിന്റെ തലയിലാണെന്നാ തോന്നുന്നത്. അത് അമർത്തുമ്പോഴാണ് ശബ്ദം ഉണ്ടാവുന്നത്. വേണ്ട, വേണ്ട. വേണ്ട 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 ആ, വേണ്ട വേണ്ട രക്ഷിക്കണേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? അയ്യോ വേണ്ടേ. ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ. ഏയ്, പോ കാക്കേ. നീ എന്റെ കൂട്ടുകാരൻ മീതെ കയറി എന്താണ് ചെയ്യുന്നത്? ഒന്നവിടുന്ന് പോകുന്നുണ്ടോ? ഓ മോട്ടു, എന്റെ സുഹൃത്തെ, നിങ്ങൾ എങ്ങനെയാണ് ഈ അവസ്ഥയിൽ എത്തിയത്? അതൊരു വലിയ നീണ്ട കഥയാണ്. ആദ്യം ഞങ്ങളെ ഒന്ന് രക്ഷിക്ക്. ഉം, ഓ, ആ, ആ, ഒന്ന് പെട്ടെന്നാവട്ടെ. ഓ, 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 ഓ. വളരെ നന്ദിയുണ്ട് ഡോക്ടർ ചേട്ടാ, നിങ്ങൾ ഞങ്ങളെ രക്ഷിച്ചു. എന്നോട് പറയാതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് പുറപ്പെടുമ്പോ ഇങ്ങനെ പലതും സംഭവിക്കുമെന്ന് വിചാരിക്കണം. ഞാൻ ഇനി നിങ്ങളുടെ റോഡ് റോളർ റിപ്പയർ ചെയ്തു തരാം. ഞാൻ പോയി 10 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും റെഡിയാക്കാൻ നോക്കട്ടെ. നീ ഒന്നും മിണ്ടാതെ നിൽക്ക് പത്ലു. എന്നിട്ട് ഞാൻ പറയുന്നത് കേക്ക്. അതിനൊക്കെ ഇപ്പൊ സമയം എവിടെയാ? റോഡ് റോളർ എങ്ങനെയെങ്കിലും നന്നാക്കി എടുക്കണ്ടേ? എന്തായാലും പിഴ അടക്കേണ്ടി വരും. എനിക്ക് റോഡ് റിപ്പയർ ചെയ്യുന്നതിൽ 20 വർഷത്തെ അനുഭവമുണ്ട്. നിങ്ങൾ രണ്ടുപേരും എന്നെ ടാറിങ് ചെയ്യാൻ സഹായിക്കേ. റോഡ് നന്നാക്കണമെന്നുള്ള കോൺട്രാക്ട് മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷെ അത് എങ്ങനെ ചെയ്യണമെന്ന് അത് മാത്രം അവര് കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടില്ലല്ലോ. അത് കലക്കിട്ടോ, ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി. വേഗം വാ, നമുക്ക് കല്ലിട്ട് നികത്താം. പത്തില് ഒന്ന് വേഗം ആവട്ടെ, ജോലി ഒരുപാടുണ്ട്. മന്ത്രി വരുന്നുണ്ട്. സമാധാനം, റോഡിന്റെ പണിയൊക്കെ തീർന്നല്ലോ. എന്റെ അമ്മച്ചി, ഇങ്ങനാണോ റോഡ് പണിത് വെച്ചേക്കുന്നത്? എന്റെ ജോലി പോയി. ഈ റോഡ് ആരാ നന്നാക്കിയത്? ദേ ഇവർ. ഉം. 3-4 മണിക്കൂറിനുള്ളിൽ ഞാൻ തിരിച്ചു വരും. അപ്പോഴത്തേക്ക് ഈ റോഡ് നന്നാക്കിയില്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ ജയിലിലേക്ക് അയക്കും. നടക്കോ? 3 മണിക്കൂറിനകം? ഇംപോസിബിൾ. പറഞ്ഞല്ലോ, ഹൈലി ഇംപോസിബിൾ. ഒരു നല്ല വാർത്തയുണ്ട്, ഒരു ചീത്ത വാർത്തയുണ്ട്. ഏതാ ആദ്യം കേൾക്കേണ്ടത്? ചീത്ത വാർത്ത കേൾക്കാനുള്ള മൂടില്ല. ആദ്യം നല്ല വാർത്ത പറ. നിങ്ങളുടെ റോഡ് റോളർ ഞാൻ നന്നാക്കിയിട്ടുണ്ട്. താക്കോലിട്ടാ മതി, സ്റ്റാർട്ട് ആകുമായിരിക്കും. അത് പൊളിച്ചു. ആ ചീത്ത വാർത്ത കൂടെ ഒന്ന് കേട്ടിട്ട് പോ. ഇപ്പോഴതിന് സമയമില്ല, കുറെ ജോലിയുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് പറയൂ ഡോക്ടർ. ഈ റോഡ് റോളർ ഒരു തവണ നീങ്ങിക്കഴിഞ്ഞാ പിന്നെ ഇത് നിർത്താനാവില്ല. കാരണം ബ്രേക്ക് എന്റെ കയ്യിലാ, ആക്സിലേറ്ററും എന്റെ കയ്യിലാ ഉള്ളത്. എന്താ? എന്റെ അമ്മേ. ഡോക്ടർ ജഡ്ജ, നിങ്ങൾ എന്തായി ചെയ്തത്? എങ്ങനെയെങ്കിലും നിർത്തൂ ഇത് ഇതിനെ. കാർ പോകുന്ന പോലെയാണല്ലോ പോകുന്നത്. ഇതിന്റെ സ്പീഡ് എങ്ങനെയാ കുറയ്ക്കുക? ഇതെങ്ങനെയാ ഇത്ര പെട്ടെന്ന് ഇരുട്ടായത്? ഈ വെളിച്ചത്തിന് എന്ത് പറ്റി? എന്റെ മോട്ടോ, ഇതൊരു കുടിലാണ്. ഇവിടെ വൈദ്യുതി ഉണ്ടായിട്ട് വേണ്ടേ സ്വിച്ച് ഇടാൻ? രക്ഷപ്പെട്ടോ? എന്റെ അമ്മോ. ഏയ്, വാതില് തുറക്ക്. നിയമത്തിന്റെ ഭാഷയിൽ ഞാൻ പറയുന്നു, റോഡിലാരെ കുടില് കിട്ടിയിരിക്കുന്നത്? ഓപ്പൺ ദ ഡോർ ഇൻ ദ നെയിം ഓഫ് ലോ. ഞാൻ 3 വരെ എണ്ണം, അതിനുശേഷം വാതില് ചവിട്ടിപ്പൊളിക്കും. 1. എന്റെ അമ്മോ, ഈ കുടിലെങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നീങ്ങുന്നത്? വാതില് തുറക്ക്. 2. എന്റെ അമ്മോ, ഇത് വീണ്ടും മുന്നോട്ട് വരികയാണല്ലോ. പക്ഷെ എങ്ങനെ? ഞാൻ അവസാനമായി പറയുന്നു, 3.
എന്റെ അമ്മോ, ഇതിനകത്ത് വല്ല കുട്ടിച്ചാത്തം ഉണ്ടായിരിക്കോ? ഈ കുടിലെത്ര എന്നിട്ടിങ്ങനെ ഓടിക്കുന്നത്? അതോ ഞാൻ വല്ല സ്വപ്നം കാണുകയാണോ? ഓടിക്കോ, ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ, കുട്ടിച്ചാത്തൻ ഇളകി വരുന്നുണ്ട്. ഓടിക്കോ, രക്ഷപ്പെട്ടോ. രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് സാറേ, രക്ഷിക്കണേ. ഇതെങ്ങനെങ്കിലും ഒന്ന് നിർത്താൻ നോക്ക്. അതിന് വെല്ലും ബ്രേക്കും ഇല്ലാണ്ടിരിക്കുക. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. പറഞ്ഞല്ലോ, highly impossible. വണ്ടി നിർത്ത്. I said stop. ഓടിക്കോ. ചിങ്കം സാറേ, ഞങ്ങളൊന്ന് രക്ഷിക്കേ. ചിങ്കത്താറേ, എനിക്ക് ഓടാൻ വയ്യ. ആദ്യം ഞാൻ സ്വയം രക്ഷപ്പെടട്ടെ, എന്നിട്ട് നിങ്ങളെ രക്ഷിക്കാം. രക്ഷിക്കണേ. ഏയ്, ഓടിക്കോ. ഏയ്, ഓടിക്കോ. അമ്മേ, ഒന്ന് രക്ഷിക്കണേ. ചിങ്കം സാറ് ഞങ്ങളോട് ക്ഷമിക്കൂ. ഞങ്ങൾ നിങ്ങളെ ഒരുപാട് ഓടിപ്പിച്ചു. എന്റെ പൊന്നു ചേട്ടാ, ഞങ്ങളോട് ക്ഷമിക്കൂ പ്ലീസ്. സംഭവിച്ചതിനെല്ലാത്തിനും ആദ്യം മാപ്പ് ചോദിക്കുന്നു. എല്ലാ കഷ്ടപ്പാടുകൾക്കും ഒടുവിൽ നല്ലൊരു ഫലം ഉണ്ടാവുമല്ലോ. കണ്ടില്ലേ, റോഡ് ഉഷാറായില്ലേ? കൊള്ളാലോ, റോഡ് നല്ല കണ്ണാടി പോലെ ആയല്ലോ. ഇനി ഒരു പണിയും ബാക്കിയില്ലല്ലോ. ഒരു പണി ബാക്കിയുണ്ടല്ലോ. ഇവര് പറഞ്ഞ പോലെ തന്നെ ചെയ്തല്ലോ. എല്ലാം വൃത്തിയായിട്ടുണ്ട്. എനിക്ക് സന്തോഷമായി. എവിടെയാ മിടുക്കന്മാർ? എനിക്ക് അവരെ ഒന്ന് പരിചയപ്പെടണം. സാറേ, അവര് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കുകയാണ്. അവര് വീട്ടിലേക്ക് വിശ്രമിക്കാൻ പോയിരിക്കുകയാണ്. അദ്ദേഹം ഇത്ര ചെറിയ സമയം കൊണ്ട് ഇത്രയും വലിയ പണി ചെയ്തതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിന് ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ആഗ്രഹം ഈ ശുഭമുഹൂർത്തത്തിൽ സാറിന്റെ കൈകൊണ്ട് തന്നെ പ്രതിമയ്ക്ക് ഒരു മാല ചാർത്തണമെന്ന്. ഞങ്ങൾക്കതൊരു അഭിമാനമാണ്. തീർച്ചയായിട്ടും ചെയ്യാം. അവരൊരു മഹത്തായ കാര്യമല്ലേ ചെയ്തത്. അവരെ ആദരിക്കുക എന്നത് എന്റെ സൗഭാഗ്യമാണ്. സന്തോഷം തന്നെ. ഇതാ സർ മാല. നമ്മുടെ രാജ്യത്തിന് മോട്ടുവിനെയും വത്തുവിനെയും പോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ ആവശ്യമാണ്. ഈ അവസരത്തിൽ ഞാൻ ഈ സ്ഥലത്തിന് മോട്ടുവിന്റെയും വത്തുവിന്റെയും പേരിടാൻ പോവുകയാണ്. സന്തോഷമുണ്ട്. ഈ നന്ദിക്കും മാലയ്ക്കും പകരം ഒരു സമൂസ തരായിരുന്നു. ഇപ്പൊ മനസ്സിലായി കഴിഞ്ഞല്ലോ, ചിങ്കത്തിന്റെ അടുത്ത് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ഇറ്റ് ഇസ് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. എന്റെ സാറേ, എന്താ ഇത്? അല്ല, എന്താ ഇത്? ഇവറ്റകളെ ആരെങ്കിലും പറപ്പിക്കൂ. ആ കൊത്തൊന്നും ആരെങ്കിലും നിർത്താൻ പറ. പറപ്പിക്കൂ. ആരെങ്കിലും എന്നിട്ട് വന്നൊന്ന് ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കൂ. രക്ഷിക്കേ. ആ